വി.ഡി. സതീശൻ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് 48 മണിക്കൂർ മാത്രം പിന്നിടുന്നതിനിടെയാണ് എറണാകുളം പാരിയത്തേക്കാവ് ഭൂമി തർക്കം പൊടുന്നനെ തലപൊക്കിയത്. സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായ സുപ്രീംകോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഉന്നതിയിലെ 8 ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനെത്തിയ പോലീസ് ബലം പ്രയോഗിച്ചതോടെ സ്ഥിതിഗതികൾ കൈവിട്ടു. അതിവേഗമായിരുന്നു സർക്കാരിന്റെ ഇടപെടൽ. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുമായി ചർച്ച നടത്താൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോൺ നേരിട്ടെത്തി. ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകി. ഇവരുടെ കേസിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് കോടതിയിൽ നിന്നും ഇവർക്ക് ന്യായമായ ഒരു വിധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നതായിരിക്കും. എന്നാൽ വിഷയം ഇന്ന് വീണ്ടും പരിഗണിച്ച ഹൈക്കോടതി കുടിയൊഴിപ്പിക്കൽ നടപ്പാക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന നിലപാടിലാണ്. പ്രശ്നപരിഹാരത്തിന് 2 ആഴ്ചത്തെ സമയം വേണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചത് സർക്കാരിന് ആശ്വാസമാണ്. സംഭവത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ ഇന്ന് പാരിയത്തേക്കാവിലെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുത്തങ്ങ വെടിവെപ്പിന്റെ മിനി പതിപ്പിനാണ് UDF സർക്കാർ ശ്രമിച്ചതെന്ന് ആഞ്ഞടിച്ചു. എന്നാൽ ഭരണത്തിലിരിക്കെ ഒന്നും ചെയ്യാതെ പരിഹാസ്യ നാടകമാണ് LDF നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനും തിരിച്ചടിച്ചു. കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒരു കടന്നാക്രമം ഗവൺമെന്റ് മാറി 3ാമത്തെ ദിവസം UDFന്റെ ഭാഗത്ത് ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ ഗവൺമെന്റ് ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. തീർന്നില്ല. ഇപ്പുറത്ത് ഇടവേളയ്ക്ക് ശേഷം മുനമ്പം വഖഫ് ഭൂമി പ്രശ്നവും തലക്കെട്ടിലെത്തി. മുനമ്പം ഭൂമിയെ വഖഫ് സ്വത്തായി സംസ്ഥാന വഖഫ് ബോർഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടെ വിവാദം ആളിക്കത്തി. പിന്നാലെ അധികാരത്തിലെത്തിയാൽ മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പഴയ പ്രസ്താവന ഓർമ്മപ്പെടുത്തി ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗവും വന്നു. 2 മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കി തമ്മിലടുപ്പിക്കാൻ LDF സർക്കാർ നിയമിച്ച വഖഫ് ബോർഡ് നൽകിയ 8ന്റെ പണിയാണിതെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രതിരോധം. എന്നാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് വഖഫ് ബോർഡ് ചെയർപേഴ്സൺ KS ഹംസ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ആ വഖഫ് ആധാരം കണ്ടവർക്കും വായിച്ചവർക്കറിയാം. ആ വഖഫ് ആധാരത്തിൽ വ്യക്തമായും സിദ്ദിഖ് സേട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വഖഫാണ് എന്നത്. പാരിയത്തേക്കാവും മുനമ്പവും സതീശൻ സർക്കാരിന്റെ അഗ്നിപരീക്ഷകളും.